ഞാൻ എൻ്റെ വീട്ടിൽ വരുമ്പോഴത്തേനും ഒത്തിരി പ്ലാൻ ചെയ്തിട്ടാണ് വരാറ്. വേറെ നല്ല എവിടെയെങ്കിലും പോകണം, ഇഷ്ടമുള്ള ഫുഡ് കഴിക്കണം, പിന്നെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ പോയി കാണണം, അങ്ങനത്തെ കുറച്ച് കാര്യം. അതിലൊന്നായിരുന്നു ആൻറ്റിയുടെ വീട്ടിൽ പോകണം എന്നുള്ളത്. മെയിനായിട്ടും സെലിബ്രിറ്റിയെ കാണണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് വന്നത്. വേറെ ആരുമല്ല, നിങ്ങളുടെ സ്വന്തം തുപ്പൽ പൊട്ടാസ്. ചേട്ടനായിട്ടുള്ള പിക്ക് ഞാൻ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ സ്റ്റോറി ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ശരിക്കും കസിൻസ് ആണോ, നിങ്ങൾ ശരിക്കും ബ്രദർ ആൻഡ് സിസ്റ്റർ ആണോ എന്ന്. അതെ ഗൈസ്, അങ്ങനെ സംഭവിച്ചു. ഇങ്ങനെ എൻ്റെ സ്വന്തം ചേട്ടനാണ്, എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മോൻ. അങ്ങനെ ഞങ്ങൾ അവിടെ വന്ന് ആൻറ്റി ഉണ്ടാക്കി തന്ന ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കൂടുതൽ അവിടെ ഇവിടെ ഓടി നടക്കാണ്. ഈ കാണുന്ന ട്രോഫി ഫുള്ള് ചേട്ടനും ചേട്ടൻ്റെ അനിയനും കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് കാണുന്ന സമയത്ത് എന്തായാലും ചേട്ടനെ തെറി വിളിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ഒരു വീഡിയോ എടുക്കുന്നത് ചേട്ടനോ ആൻറ്റിക്കോ ഒട്ടും അറിയില്ല. കാരണം ആൻറ്റിക്കും പൊതുവെ ഇങ്ങനെ വീഡിയോസിലൊക്കെ വരുന്നത് പൊതുവെ താല്പര്യം കുറവുള്ള ആളാണ്. ചേട്ടൻ്റെ കൂടെ അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ ആൾ പോവാറില്ല. ആൻറ്റി ഇതാ അവിടെ എന്തോ കപ്പ കൊണ്ടുള്ളൊരു സാധനം, പൊരി പോലത്തെ ഒരു സാധനം, അത് എനിക്ക് തരാൻ വേണ്ടി വറുത്തോണ്ടിരിക്കുകയാണ്. എനിക്കല്ല കേട്ടോ, കുടുവ തരാൻ വേണ്ടിയിട്ട്. ആളത് 2-3 കഴിച്ചപ്പോൾ തന്നെ ആൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് കാരണം ആൻറ്റി അത് 1-2 കൂടുതൽ ആൾക്ക് വറുത്ത് കൊടുക്കുകയാണ്. ആ വീട്ടിൽ കുടുവിന് കളിക്കാനായിട്ട് കളിപ്പാട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് അരിഞ്ചേട്ട ട്രോഫി എടുത്ത് ഞാൻ ആൾക്ക് കളിക്കാൻ കൊടുത്തു. അതിൽ ചേട്ടൻ്റെ ഫോട്ടോ ഉള്ളത് കണ്ട് അതിൽ ചൂണ്ടിക്കാണിച്ചിട്ട് ആരാ എന്താന്നൊക്കെ നോക്കിയിട്ട് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ ന്യൂ ഇയറിനിടക്ക് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. വീഡിയോ ഇടാൻ വേണ്ടി ഞാൻ ലേറ്റ് ആയതാണ്. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, എങ്ങും പോവരുതെന്നും പറഞ്ഞ ആളെ പിടിച്ച് നിർത്തിയതായിരുന്നു കേട്ടോ. അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ച് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും ആളുടെ പാട്ടിന് പോയി. ഗൈസ്, ഇതാണ് തുപ്പൽ പൊട്ടാസിൻ്റെ മിന്നുപൂച്ച. എൻ്റെ വീട്ടിൽ പ്രസവിച്ചായിരുന്നു. എൻ്റെ സൂസിയുടെ കുഞ്ഞാണ് ഗൈസ്, ഞാൻ കൊടുത്തതാണ്. പിന്നെ ഇത് എൻ്റെ അനിയച്ചൻ. ഞങ്ങളെപ്പോഴും അങ്ങനെ കാണാറൊന്നുമില്ല. കണ്ടു കഴിഞ്ഞാൽ നല്ല സ്നേഹമായിട്ട് ഞാൻ ഹായൊക്കെ പറയാൻ പറഞ്ഞിട്ട് ഹായൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് ഇറങ്ങാൻ നിൽക്കണേ ഗൈസ്. വാവയുടെ കയ്യിരിക്കുന്ന ബോക്സിനകത്ത് ഒരു പൂച്ചക്കുഞ്ഞാട്ടോ. എനിക്കിവിടെ പള്ളൂരത്തിൽ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക്, കാരണം ചേട്ടൻ്റെ വീട് പള്ളൂരത്തിലാണ്, വരുന്ന വഴിക്ക് എനിക്ക് റോഡ് സൈഡിൽ നിന്ന് കിട്ടിയതാണ് കുഞ്ഞു പൂച്ചേനെ. അപ്പോൾ അതിന് എൻ്റെ സ്വഭാവം അങ്ങനെയാണ്. എനിക്ക് പൂച്ച മൃഗങ്ങളോടൊക്കെ വലിയ ഇഷ്ടമാണ് ഗൈസ്. ഞാൻ അതിനെ എടുത്തുകൊണ്ട് പോന്നു. ഇനി ആരെങ്കിലും തിരക്ക് വരുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ എന്തായാലും എന്നെ വീട്ടിൽ കൊണ്ടുപോകുന്നു. കുറേ നാൾ കൂടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അത് കാരണം കുറച്ച് സമയത്തിരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങളിതാ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. എൻ്റെ അച്ഛനാണെങ്കിൽ വരാൻ കൂട്ടാക്കനുണ്ടായിരുന്നില്ല. ഇവിടെ അനിയച്ചനെ പറ്റി പിടിച്ച് നിൽക്കുമായിരുന്നു. ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും രണ്ടുപേരും കൂടി എവിടെയോ മുങ്ങി ചെറുതടിക്കാൻ വേണ്ടി പോയതാണ്. അങ്ങനെ ഇവരോടും ചാച്ചി ബൈ ബൈ പറഞ്ഞു ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ടാറ്റ.